ഓണക്കാലം എത്തുന്നതോടെ വിപണിയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധന രൂക്ഷമാകുന്നു. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ക്രിയാത്മകമായ വിപണി ഇടപെടൽ നടത്താതെ സംസ്ഥാന സർക്കാർ. മലയാളികൾ നിത്യേന ഉപയോഗിക്കുന്ന അരി, വെളിച്ചെണ്ണ, പച്ചക്കറി ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾക്കാണ് വില കുതിച്ചുയരുന്നത്. ഓണം അടുക്കുന്നതോടെ വില കുത്തനെ ഉയരുമെന്ന ആശങ്കയിലാണ് സാധാരണക്കാർ. ഓണക്കാലത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധന സാധാരണ സംഭവമാണ്. എന്നാൽ സർക്കാരിന്റെ ക്രിയാത്മകമായ വിപണി ഇടപെടലിന്റെ ഭാഗമായാണ് പൊതുവിപണിയിൽ വിലവർധന പിടിച്ചു നിർത്താൻ കഴിയുന്നത്. ഇക്കുറി ഓണത്തിന് വളരെ മുൻപ് തന്നെ അരി ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ വില കുതിച്ചുയർന്നു. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മട്ട വടിയരിക്ക് കിലോയ്ക്ക് 50 രൂപയിൽ നിന്ന് 65 രൂപയായി ഒറ്റയടിക്ക് വർദ്ധിച്ചു. സുലേഖ അരിക്ക് 45 നിന്ന് 55 രൂപയായും ജയ അരിക്ക് 45 നിന്ന് 54 രൂപയായും വില ഉയർന്നു. ഓണം എത്തുന്നതോടെ പച്ചക്കറികൾക്കും പലവ്യഞ്ജനങ്ങൾക്കും വില കുത്തനെ ഉയരുമെന്നതാണ് വീട്ടമ്മമാരുടെ ആശങ്ക. മെനങ്ങാൻ വന്നപ്പം ലാഭം ഉണ്ടായിരുന്നു, ഒരു കിറ്റാക്കാം, നമുക്കൊരു കിറ്റ് മതി വാവിനൊക്കെ എടുക്കാൻ. ഇപ്പം നോക്കിയപ്പം അഡീഷണലായിട്ട് വീണ്ടും വാങ്ങേണ്ടി വന്നു. വില ഉണ്ട്, വില കൂടുതലാണ്. അരിയൊക്കെ നേരത്തെ മേടിച്ചത്. അരി 57 രൂപ ഒരു കിലോ ആയിരിക്കും. പച്ചക്കറിക്ക് എല്ലാത്തിനും വില കൂടുതൽ തന്നെ. കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാ പ്രാവശ്യത്തെയും കാട്ടി വില കൂടി വരെയാണ്. ഇനിയിപ്പോൾ നാളെ ആകുമ്പോൾ ഭയങ്കര വിലയായിരിക്കും. ഇന്നാകുമ്പോൾ ഇത്രയും, നാളെ ഇനിയും വില കൂടും. എല്ലാത്തിനും വിലയാണ്. സപ്ലൈകോ, റേഷൻ കടകൾ എന്നിവ മുഖാന്തരം സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ എത്തിച്ചാണ് വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് കഴിഞ്ഞ സർക്കാർ വിപണി ഇടപെടൽ നടത്തിയത്. എന്നാൽ അത്തരം ഇടപെടൽ നടത്തുന്നതിൽ UDF സർക്കാർ പരാജയപ്പെട്ടെന്ന് മുൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ കുറ്റപ്പെടുത്തി. അരിയുടെ ആണെങ്കിലും വെളിച്ചെണ്ണയുടെ ആണെങ്കിലും മുളക് ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾക്ക് വലിയ തോതിൽ വില മാർക്കറ്റിൽ വർദ്ധിക്കുന്ന തരത്തിലേക്ക് നീങ്ങുമ്പോൾ ഗവൺമെൻറ് കാഴ്ചക്കാരായി നിൽക്കുന്ന രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ നിലപാട് ഗവൺമെൻറ് തിരുത്തണം. ഗവൺമെൻറ്റിൻ്റെ കണ്ണ് തുറക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓണം അടുത്തിട്ടും ചാല ഉൾപ്പെടെയുള്ള കമ്പോളങ്ങൾ സജീവമായിട്ടില്ല. സാധനങ്ങൾ വാങ്ങാൻ ആളുകൾ എത്തുന്നില്ലെന്ന പരാതിയിലാണ് ചാലയിലെ സാധാരണ കച്ചവടക്കാർ. ആളെ കയറുന്നില്ല. ഇപ്പം നിങ്ങൾ ബാബു കച്ചവടം, ഓണക്കച്ചവടം നോക്കിയാൽ പണ്ട് മണ്ണ് വാരിയിട്ട തറ വീഴുള്ളൂ, അത്രയ്ക്ക് തിരക്കാണ്. ഇപ്പോൾ എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടോ നോക്കിയാൽ ഒന്നും നോക്കിയാൽ മതി. ഈ സാഹചര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് വില നിയന്ത്രിക്കാൻ കർശന നടപടികൾ സ്വീകരിക്കണമെന്നതാണ് കച്ചവടക്കാരുടെ ആവശ്യം. ഓണക്കാലം അടുക്കുന്നതോടെ വിപണി പൊള്ളുകയാണ്. അരി, പച്ചക്കറി, വെളിച്ചെണ്ണ, മുളക് ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾക്ക് വില വൻതോതിൽ കുതിച്ചുയരുന്ന സാഹചര്യം. ആ വിലവർധന പിടിച്ചു നിർത്താൻ സർക്കാർ ക്രിയാത്മകമായ വിപണി ഇടപെടൽ നടത്തുന്നില്ല എന്നതാണ് ഉയരുന്ന ആക്ഷേപം. ക്യാമറ പേഴ്സൺ മുനീർ ഖാനൊപ്പം കമലേഷ് തെക്കേക്കാട്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.